3 നിലയുടെ മുകളിൽ നിന്ന് വീണൊരു കൊച്ചിനെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. ആരാധനയുടെ സമയത്ത് ഈശോ ഒരു സന്ദേശം നൽകി 3 നിലയുടെ മുകളിൽ നിന്നും നിലത്തേക്ക് വീണ ഒരു കുട്ടിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ എൻ്റെ 5-ാം ദിവസം തന്നെ എഴുന്നേറ്റ് നടക്കുകയും ഇരിക്കുകയും എല്ലാം ചെയ്തു. ആ മാസം തന്നെ മാർച്ചിൽ ഞാൻ എക്സാം എഴുതുകയും ഇപ്പൊ ഞാൻ ഡിപ്ലോമ സിവിലിൽ 3rd ഇയറിൽ. അതോട് പെട്ടെന്ന് റിക്കവറി ആയി. ഇപ്പൊ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ ജോലിയും ചെയ്യാൻ, ബാക്കി പഠനമൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. ദൈവം അത്ഭുതകരമായി അങ്ങനെ സുഖപ്പെടുത്തി അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരുപാട് ദൈവത്തോട് ഞാൻ എന്റെ വീഴ്ച ഓർത്ത് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. കർത്താവിനെ കൂടുതൽ അറിയാൻ ആ ഒരു സാഹചര്യത്തിലൂടെ ദൈവം ഇടവരുത്തി. കൈ ഉയർത്തി കൈയടിച്ച് ഇന്നത് ഈ ശുശ്രൂഷകളിൽ ഓരോ ശുശ്രൂഷകളിൽ കടന്നു പോകുമ്പോൾ ഇന്ന് തുടർന്നുള്ള ആരാധനയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ഈശോ ഇതേ മാതിരി നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുള്ള കുടുംബാംഗങ്ങളിലും കർത്താവ് അത്ഭുതകരമായി ഇടപെടും. കർത്താവ് പ്രകടമായി സഹായിക്കുന്ന കർത്താവാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ കുട്ടി മകളെ നീ യേശുവിലേക്ക് വരിക. ഈ രാത്രിയിൽ കർത്താവിനോട് എളിമപ്പെടുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ചെറുപ്പത്തിൽ ദൈവികമായൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ ഹൃദയം കഠിനമായി, എൻ്റെ ഹൃദയം കല്ലുപോലെയായി. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ അന്വേഷിക്കാൻ പറ്റുന്നില്ല. തിരക്ക് കൂടി, ജീവിത വ്യഗ്രത, സുഖലോലുപത, മദ്യാസക്തി എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം പെട്ടെന്ന് ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും എന്ന് കർത്താവെ അങ്ങ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ എൻ്റെ ജീവിതം വീണുപോയി. ജീവിത വ്യഗ്രതയുടെ പിടിയിൽ അമർന്നു, സുഖലോലുപതയുടെ പിടിയിൽ അമർന്നു, മദ്യാസക്തിയുടെ പിടിയിൽ അമർന്നു. ഇന്ന് ആത്മീയ ചിന്തകൾ നശിച്ചുപോയി, ആത്മീയത ഹൃദയത്തിൽ ക്ഷയിച്ചു പോയി. കർത്താവെ, പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു ഹൃദയമാണ്, സ്നേഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്തൊരു ഹൃദയമാണ്. ഈ രാത്രി എന്നെ സ്പർശിക്കണമേ കർത്താവെ. നഷ്ടപ്പെട്ടു പോയ ആത്മീയത, നഷ്ടപ്പെട്ടു പോയ ആത്മീയ ജീവൻ ഹൃദയത്തിലേക്ക് നിവേശിപ്പിക്കണമേ. ദിവ്യകാരുണ്യ ആശീർവാദം നൽകുന്ന ഈ സമയത്ത് 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തി എത്രമാത്രം ഉറക്കെ യേശുവിനെ വിളിക്കാമോ നൽകുകയാണ്. പിതാവ് ദിവ്യകാരുണ്യ ആശീർവാദം നൽകുമ്പോൾ പാപത്തിന്റെ അടിമത്തങ്ങൾ തകരാൻ, തിന്മകൾ, പഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ